മനം ഖുബ്ബത്തുൽ ഖൽറാ മഹബൂബിന്റെ മസാറാ മനം ഖുബ്ബത്തുൽ ഖൽറാ മഹബൂബിന്റെ മസാറാ കാണാന് മുനവ്വറ കരയുന്നൊരു ഫഖീറ കാണാന് മുനവ്വറ കരയുന്നൊരു ഫഖീറ ഈമാന് മടങ്ങും ത്വയ്ബ ഈ മണ്ണിനെന്തൊരു ത്വയ്ബ ഇശ്ഖിന്റെ അഹ്ലിനു കഅബ ഇത് ആലമിന്റെ ഖൽബ വഅലമു ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വലിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഇത്തരമൊരു വേദിയിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമഗ്രമാണ്, സമ്പൂർണമാണ് എന്നറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളത് നന്നായി മനസ്സിലാക്കുകയും മലോകർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഏറ്റെടുക്കുകയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ എന്ന് ആദ്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് സമസ്തയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ എല്ലാ റബീഉൽ അവ്വലിലും പ്രത്യേകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യവും COVID-19 എന്ന മാരകമായ പാൻഡമിക്കിന്റെ അതീവ വ്യാപനമുള്ള ഈ സമയം, അങ്ങേറ്റത്തെ പ്രയാസവും വിഷമവും ജനങ്ങളൊക്കെ നേരിടുന്ന ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, അവിടത്തെ കുറിച്ച് പാടിയിട്ട് ആ സ്നേഹത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക വഴി ഇത്തരം വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കൂടുതൽ കൂടുതൽ പഠിക്കേണ്ട ജീവിതമാണ് തിരുദൂതരുടേത് എന്ന് അറിയിക്കാനും വേണ്ടി നമ്മളൊക്കെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു വിർച്വൽ വേൾഡിലെ ഒരുപാട് ആപ്പുകളിലൂടെയും അനേകം ടെക്നോളജി വികസിച്ച ഈ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ തിരുദൂതരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, അറിയുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ഇത്തരം വേദികൾ സഹായിക്കുന്നുണ്ട്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഈ വിഷയത്തിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്, ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെ പ്രവർത്തനങ്ങളെയും പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും അവിടത്തെ സ്നേഹിച്ച മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അവിടുന്ന് കാണാൻ കൊതിച്ച ഇഖ്വാനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശഫാഅത്ത് എന്ന മഹത്തായ ഭാഗ്യം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ചൊല്ലിയ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഒരു ബൈത്തിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലനാ ഇൻദാഅയാ വാഹ്ലനാ ഇൻദാഅയാ എന്ന് പ്രത്യേകം പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം, ശഫാഅത്ത് എങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നമുക്കാണ്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് തന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹം വലുതാണ്.
ആ ഉമ്മത്തിന് മുത്തുനബി വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഷഫാഅത്ത്. എനിക്ക് ഉത്തരം നൽകുന്ന അള്ളാഹു ഉത്തരം തരുമെന്ന് ഉറപ്പായ പ്രാർത്ഥന നാളേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോരുത്തർക്കും ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വെറുതെ പാടിപ്പോകുന്നതല്ല അത്, അത് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതരിലേക്ക് നമ്മൾ എത്രമാത്രം അടുത്തിട്ടുണ്ട് എന്ന് പുനരാലോചിക്കേണ്ട സമയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എത്ര തവണ വായിച്ചാലും ഇനിയും ഒരുപാട് വായിക്കാനുള്ളതാണ്. മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബിയെ കണ്ണു നിറയെ കണ്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിന്റെ തിരുദൂതരെ പൂർണ്ണമായി എങ്ങനെയാണെന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഞാൻ കണ്ണു നിറച്ച് അള്ളാഹുവിന്റെ തിരുദൂതരെ കണ്ടു കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഇനിയും അറിയാനും അവർക്ക് ഇനിയും പഠിക്കാനുമുള്ളതായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകുകിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ പ്രത്യേകകരമായ ഈമാൻ ആരുടേതാണെന്ന് അറിയുമോ സ്വഹാബ എന്ന് ചോദിച്ച സമയം അള്ളാഹുവിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, അത് മലായികത്തിന്റെ ആയിരിക്കുമല്ലോ നബിയെ, മലക്കുകളുടേതായിരിക്കുമല്ലോ. അവർ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, യാതൊരു കൽപ്പനക്കൊരു ധിക്കാരവും കാണിക്കാത്ത, അള്ളാഹു എന്താണോ പറയുന്നത് അത് അതേ പ്രകാരം പകർത്തുകയും അവ പാലിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം ആരുമില്ലല്ലോ. അതുകൊണ്ട് മലക്കുകളുടെ ഈമാനായിരിക്കുമല്ലോ ഏറ്റവും വലുത് എന്ന് പറഞ്ഞപ്പോ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, മലക്കുകൾ അതിനുവേണ്ടി മാത്രമായി പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ അങ്ങനെ ആകുന്നതിൽ അത്ഭുതമില്ല. സ്വഹാബത്ത് വീണ്ടും പറയുന്നുണ്ട്, എങ്കിൽ അമ്പിയാക്കളുടേതായിരിക്കുമല്ലോ പ്രത്യേകതരം ഈമാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അമ്പിയാക്കളുടെ ഈമാൻ ഏറ്റവും വലുതാണ്. അള്ളാഹുവെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവർ അവർ തന്നെയാണ്. പക്ഷേ ഞങ്ങളെ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളതാണ്, തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അമ്പിയാക്കൾ. അതുകൊണ്ട് അതിൽ പ്രത്യേകമായി നമുക്ക് അതിനേക്കാളും ഒരു സ്പെഷ്യൽ കാണുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഞങ്ങളാണോ നബിയെ? സ്വഹാബ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ അറിയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ കൂടെ ജീവിച്ചതുകൊണ്ട് എന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാവണ്ണം ബോധ്യപ്പെടുന്നത് കൊണ്ട് നിങ്ങളെക്കാളും സ്പെഷ്യലായ ഈമാനുള്ള ഒരു വിഭാഗമുണ്ട്. അതാരാണെന്നറിയുമോ സ്വഹാബത്ത് കൈമലർത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പകർന്നു കൊടുക്കുകയാണ്, സ്വഹാബ, നിങ്ങളെപ്പോലെയല്ല എന്നെ കാണാത്ത ചില വിഭാഗമുണ്ട്. ഇതുവരെ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളവർ, അവരിവിടെ ഇതുവരെ പിറന്നിട്ടില്ല, അവർ ഒരിക്കലും ഇതുവരെ ഭൂജാതരായിട്ടില്ല. എന്റെ ശേഷം ഭൂമിയിൽ പിറക്കാനിരിക്കുന്നവരാണ്. എന്റെ ശേഷം ഭൂമിയിൽ പിറക്കുന്നു എന്ന് മാത്രമല്ല, എന്നെ കാണണമെന്ന് അതിയായി ആ സമയം ആഗ്രഹിക്കുന്നവരാണ്. എന്റെ ശേഷം കടന്നു വരികയും എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എനിക്കു ശേഷം കടന്നു വരുന്ന ഒരു വിഭാഗം, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന വിഭാഗം, അവരുടെ ഈമാൻ സ്പെഷ്യലാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഗതം ചെയ്ത, അങ്ങേറ്റത്തെ ആഗ്രഹം അറിയിച്ച, എന്റെ ഇഖ്വാനീങ്ങളെ കാണാമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ തിരുദൂതരുടെയും മഹാന്മാരായ സ്വഹാബത്തിന്റെയും തബഉ താബിഈങ്ങളുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിൽ, അവർക്കു ശേഷമുള്ള കാലഘട്ടങ്ങളിൽ പിറന്ന, മുത്തുനബിയെ കാണാതെ മുത്തുനബിയിൽ വിശ്വസിച്ച, അങ്ങേറ്റം അവിടത്തെ ഇഷ്ടപ്പെട്ട ആ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് സ്പെഷ്യൽ ഈമാനാണ്. സ്പെഷ്യൽ എന്തുകൊണ്ട്? കാണുന്നില്ല,
കാണുന്നില്ല. കാണാതെ മുത്തുനബി ഇഷ്ടപ്പെടുകയും അദമ്യമായ ആഗ്രഹം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അത് പ്രവർത്തനങ്ങളായി കടന്നുവന്ന് അനുധാവനങ്ങളായി കടന്നുവന്ന് ഇത്തിബായിലൂടെ ജീവിക്കാൻ മഹബ്ബത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും വർദ്ധിപ്പിക്കുന്ന ആ കൂട്ടരിൽ നമുക്ക് പെടാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന്, ഈ സമയത്ത് ശരിക്കും പഠിക്കേണ്ടത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോ ആളുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനസ്സിലാക്കുന്ന ഓരോ ആളുകളും എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ അതായിരിക്കണം. അവരുടെ പോയിന്റ് അതായിരിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ മുത്തുനബിയെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ തിരുദൂതരെ കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ എനിക്ക് പെടാൻ പറ്റണം എന്ന ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ഈമാന്റെ രുചി അനുഭവിക്കുന്നത് എപ്പോഴാണ് എന്ന്. ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ وبمحمد صلى الله عليه وسلم نبيا. ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാൻ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു ദിക്റാണത്. പക്ഷേ ആ ദിക്ർ പഠിപ്പിച്ച ആ ഒരു ദിക്റിന്റെ ഏറ്റവും പ്രകടമായ ഒരു കാര്യം അത് ഈമാൻ ഒരു മനുഷ്യന് നല്ല അനുഭവത്തിലൂടെ ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. ആ ദിക്ർ ശരിയായി ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. എപ്പോഴാണ് ഒരു മനുഷ്യന് ഈമാനിന്റെ രുചി അനുഭവിക്കുന്നത്? മൻ റളിയ ബില്ലാഹി റബ്ബാ, രക്ഷിതാവായ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോ, പ്രത്യേകിച്ച് ഈമാന്റെ കാര്യത്തിൽ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അല്ലാഹുവിലുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസം വ്യതിരിക്തമായിട്ടാണോ നിലനിൽക്കുന്നത്, രൂഢമൂലമായിട്ടാണോ നിലനിൽക്കുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് ഖദറിലുള്ള ഖദാഇലുള്ള വിശ്വാസം എന്നത്. അല്ലേ? എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും മനുഷ്യൻ കൈനീട്ടി വാങ്ങും. എന്നാൽ ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന, വിധിയെ പഴിചാരുന്ന ഒരു അവസ്ഥ ഒരുപാട് ആളുകളിൽ കാണുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ എന്റെ റബ്ബാണ് എനിക്കെല്ലാം തരുന്നത്, എന്റെ റബ്ബ് എനിക്ക് സന്തോഷം തന്നപ്പോൾ ഞാൻ ഏറ്റുവാങ്ങിയതുപോലെ എന്റെ ജീവിതത്തിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ എനിക്ക് തരുന്ന പ്രയാസത്തെയും പൂമാലയായി ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിക്കണം എന്നൊരു സത്യവിശ്വാസിയുടെ നിശ്ചയദാർഢ്യം, അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്ന അവന്റെ ഏറ്റവും വലിയ ആ ഒരു കാര്യത്തിൽ ഒരു സത്യവിശ്വാസി പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുകയാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയാണ്. അത് ഒരു മനുഷ്യന്റെ ഈമാൻ രുചി അനുഭവിക്കുന്നതിന്റെ പ്രഥമ ഘട്ടമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമതായി വബിൽ ഇസ്ലാമി ദീനാ, അള്ളാഹു തന്റെ പ്രിയപ്പെട്ട മതമായി ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഒരു മനുഷ്യന്റെ ജീവിത മാർഗരേഖയായി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് നിന്റെ സമ്പാദ്യം ഉണ്ടാവേണ്ടത്, നിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ച ജീവിത ദർശനം, അതാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ കാര്യങ്ങൾ എനിക്ക് സമ്പൂർണമായി ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം. ലോകത്ത് ഒരുപാട് ആളുകൾ പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ജീവിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ എനിക്കും അതുപോലെ ആവാൻ വല്ലാത്ത കൊതിയുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യമായി കഴിഞ്ഞാൽ അവൻ അവരിൽ പെടുകയാണ്. ഒരു സത്യവിശ്വാസി മുസ്ലിം ആകുന്നത് അവന്റെ ജീവിത രീതി മുസ്ലിമീങ്ങളോട് സാദൃശ്യമാകുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ യഥാർത്ഥ മുസ്ലിം ആകാൻ ഒരു മനുഷ്യന് സാധിക്കുമ്പോഴുമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടല്ലേ പുതിയ ഫാഷനുകൾ കടന്നു വരുമ്പോ, പല രീതിയിലുള്ള വസ്ത്രധാരണ ശൈലിയൊക്കെ കടന്നു വരുമ്പോ, വേഷവിധാനങ്ങളിൽ മനുഷ്യന്റെ ശൈലികളിലൊക്കെ മാറ്റം വരുമ്പോ, അങ്ങനെ മറ്റുള്ളവരുടെ ശൈലിയിലേക്ക് ഒരു മുസ്ലിം മാറരുത്. മുസ്ലിമിന്റെ ഒരു സംസ്കാരമുണ്ട്. സംസ്കാരം ഏറ്റവും വലുതായി ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്ന് പഠിപ്പിക്കുന്നത് വബിൽ ഇസ്ലാമി ദീനാ, ജീവിത ദർശനം,
മഹത്തായ മാർഗരേഖ പരിശുദ്ധ ദീനായി കൃത്യമായി നമുക്ക് വരച്ചു വെച്ച് തന്നിട്ടുണ്ട്. അതിലൂടെ തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം കണിശമായി ഉൾക്കൊള്ളുമ്പോഴാണ് ഞാനൊരു മുസ്ലിം ആകുന്നത്, ഈമാന്റെ രുചി അനുഭവിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇസ്ലാം എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ പഠിച്ച് അള്ളാഹുവിനേക്കുള്ള പരിപൂർണമായ കീഴൊതുങ്ങലാണ്. സബ്മിഷൻ എന്ന് പറയും. സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയാലോ. സബ്മിഷൻ യഥാർത്ഥമായ കീഴൊതുങ്ങലാണ്, അള്ളാഹുവിന് കീഴ്പ്പെടലാണ്. പരിശുദ്ധമായ ദീൻ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളുന്നത് യഥാർത്ഥ കീഴൊതുങ്ങൽ ഉണ്ടാകുമ്പോഴാണ്. എത്രത്തോളം എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. നമുക്കതിന്റെ ഉദാഹരണം മനസ്സിലാകാൻ, മരിച്ചു കിടക്കുന്ന ഒരു മയ്യിത്ത്, ആ മയ്യിത്തിനെ കുളിപ്പിക്കുന്നവന്റെ മുന്നിൽ എപ്രകാരമാണോ കിടക്കുന്നത് അതേ പ്രകാരമായിരിക്കണം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ, പരിശുദ്ധ ദീനിന്റെ നിയമ ദർശനങ്ങൾക്ക് മുന്നിൽ, ആ തത്വസംഹിതക്ക് മുന്നിൽ ഒരു സത്യവിശ്വാസി ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മയ്യിത്ത് എങ്ങനെ കുളിപ്പിക്കുന്നവന്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുക. നമ്മൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ അതേ പ്രകാരമായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, പുണ്യപ്രവാചകനെ ഒരു സത്യവിശ്വാസിക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോ, ഈമാൻ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് എന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിലും അവന്റെ ജീവിതം ശരിയായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ പറയാറുണ്ട്, എന്തൊരു കാര്യം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോഴും, എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും മൂന്ന് ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കണം. മൂന്ന് ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ രണ്ട് ഇഷ്ടം അനുവർത്തിക്കാനുള്ളതാണ്, ഒരിഷ്ടം വർജിക്കാനുള്ളതാണ്. ഏതാണ് ഒന്നാമത്തെ ഇഷ്ടം? അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പരിഗണനയെ ജീവിതത്തിൽ പകർത്താൻ പറ്റണം. ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണോ? രണ്ടാമതായി, ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? എങ്കിൽ നമുക്കത് വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമതായി, ഇത് ശപിക്കപ്പെട്ട പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെ കാര്യമാണ്, അവനിഷ്ടമുള്ള കാര്യമാണ് എന്ന് മനസ്സിലായ അതിൽ നിന്ന് വർജിക്കാനും മാറി നിൽക്കാനും കഴിയണം. ഈ മൂന്ന് ഇഷ്ടങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഒരു സത്യവിശ്വാസി വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുകിൽ, സലാസ്, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്നബി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഒരു മനുഷ്യൻ ഈമാനിന്റെ ഏറ്റവും വലിയ മധുരം അനുഭവിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. ഏതാണ് അതിലൊന്നാമത്തത്? മുസ്തഫായ റസൂൽ പറയുന്നുണ്ട്, അയ്യകൂനല്ലാഹ വറസൂല അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ തിരുദൂതരും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലോകത്ത് ആരൊക്കെയുണ്ടോ നമുക്ക് അവരെക്കാളൊക്കെ ഉപരി അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഉണ്ടാകുമ്പോ ആ ഇഷ്ടം പടച്ച റബ്ബ് നമുക്ക് തരട്ടെ. ഈമാന്റെ മധുരം അനുഭവിക്കാൻ, ഈമാനിന്റെ യഥാർത്ഥ മധുരത്തിലേക്ക്, മാധുര്യത്തിലേക്ക് ഒരു സത്യവിശ്വാസിക്ക് എത്താൻ ഇതൊരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തണം, പാഠമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഷ്കളങ്കമായിട്ടല്ലേ പറഞ്ഞത്, നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് എന്റെ ശരീരവും എന്റെ സമ്പത്തും കഴിഞ്ഞാൽ അങ്ങയോടാണ് ഇഷ്ടം. എനിക്ക് എന്റെ ശരീരം, എന്റെ സമ്പത്ത്, അല്ലേ? അതൊരു നിഷ്കളങ്കമായ തുറന്നു പറച്ചിലാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൂടെ നടക്കുന്ന അവസരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു വർത്തമാനം എന്താണോ ഉള്ളതുപോലെ പറയുന്ന ഒരു മനുഷ്യന്റെ സത്യസന്ധമായ വർത്തമാനമാണ്. എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, എന്നോടൊരു താല്പര്യമുണ്ട്,
അതേ പ്രകാരം എനിക്ക് എന്റെ സമ്പത്തിനോടും താല്പര്യമുണ്ട്, അത് കഴിഞ്ഞാൽ അങ്ങയോടാണ് ഇഷ്ടം നബിയെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയം മുസ്തഫായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമറേ, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, നിങ്ങൾ മുഅ്മിനായിട്ടില്ല. നമ്മൾ സാധാരണ അറിയുന്ന പറയുന്ന ഒരു വാക്കല്ലയോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, സാധാരണ പറയുന്ന ഒരു ഹദീസാണത്. അള്ളാഹുവിന്റെ തിരുദൂതരോട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇഷ്ടമുണ്ടോ എന്ന് തീർച്ചപ്പെടുത്താൻ ഈ ഒരു ഹദീസിനെ ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ വാക്ക് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പുനരാലോചന നടത്തിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ആവർത്തിച്ച് ആലോചിക്കേണ്ടത് എന്റെ കെട്ടുപാടുകൾ എന്തിനോടാണ്, എന്റെ താല്പര്യങ്ങൾ എന്തിനോടാണ്, എന്റെ പാഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്, ഏതുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പുനരാലോചന നടത്തുകയാണ്. എന്റെ ഇഷ്ടം എന്റെ ശരീരത്തിനോടാണോ, എന്റെ ഇഷ്ടം എന്റെ സമ്പത്തിനോടാണോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നടത്തിയ വിശകലനത്തിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തി, എനിക്ക് ഏറ്റവും വലുത് ഈമാനാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിയോട് വീണ്ടും ഒരു തുറന്നു പറച്ചിലാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയോടാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളത്. മിൻ നഫ്സി വമാലി, എന്റെ സ്വന്തം ശരീരത്തെക്കാളും എന്റെ സമ്പത്തിനേക്കാളും അങ്ങയോടാണ് ഇഷ്ടമുള്ളത്. ആൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോൾ നിങ്ങൾ മുഅ്മിനാണ്. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇത് പറയുമ്പോഴൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ നമ്മെക്കുറിച്ച്, നമ്മളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ നമ്മെക്കുറിച്ച്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് സൂറത്തുൽ അഹ്സാബിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ സ്വന്തം ശരീരത്തെക്കാളും പ്രിയമുണ്ടാവേണ്ടത്, ബന്ധമുണ്ടാവേണ്ടത്, താല്പര്യങ്ങൾ അടുത്തു വരേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉഹദിന്റെ രണാങ്കണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഉഹദിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, ഉഹദ് ത്വൽഹ കൊണ്ടുപോയി, ഉഹദ് ത്വൽഹ കൊണ്ടുപോയി. ഉഹദ് മൊത്തമായി മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയിട്ടുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പാടാറുണ്ട്, അല്ലേ? ഖസീദത്തുൽ ബുർദയുടെ അവസാനത്തെ വരികളിൽ عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിൽ അല്ലാഹുവിന്റെ തിരുദൂതരുടെ നിർദ്ദേശം പാലിക്കാതെ വന്നപ്പോഴാണ് മുസ്ലിമീങ്ങൾ കനത്ത പരാജയം നേരിട്ടത്. എല്ലാ കാലഘട്ടത്തിലും ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ ഒരു ഗുണപാഠമാണ്, ഏറ്റവും വലിയ ഇബറത്താണ്, ഒരു പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ദർശനമാണ് ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
എല്ലാ അധ്യാപനങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയമുണ്ടാകും. എന്നാൽ മുത്തുനബിയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇത് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഉഹദിന്റെ വിജയം, ഉഹദിന്റെ പരാജയം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ചുറ്റും 12 സ്വഹാബിമാർ മാത്രമായത്. 12 സ്വഹാബിമാർ അൻസ്വാരികളിൽ നിന്നുള്ളവരായിരുന്നു. അവരിൽ കൂടുതൽ 12 സ്വഹാബിമാർ. ആ 12 സ്വഹാബിമാർ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ചുറ്റും നിലയുറപ്പിക്കുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിട്ടില്ല, ശത്രുക്കളുടെ നേതാവാണ്. സൈന്യവുമായിട്ട്, വൻ സൈന്യവുമായിട്ട് മലയുടെ അപ്പുറത്തുകൂടെ ജബലുർ റുമാത്തിൽ അവശേഷിച്ചിരുന്ന 10 സ്വഹാബിമാരെ വധിച്ചു കളഞ്ഞ് മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും ഇടയിലേക്ക് ഇരമ്പിയാർത്തപ്പോൾ പിറകിൽ നിന്നുള്ള പോരാട്ടത്തിൽ പതറിപ്പോയ സ്വഹാബത്ത് ഓടുകയാണ്, യുദ്ധക്കളത്തിൽ നിന്ന് ഓടുകയാണ്. പലരും ചിതറിപ്പോയി. അള്ളാഹുവിന്റെ തിരുദൂതനെ വധിക്കണമെന്ന ആഗ്രഹത്താൽ ശത്രുക്കൾ കടന്നു വരുമ്പോഴാണ് മുത്തുനബിയുടെ ചുറ്റും 12ഓളം സ്വഹാബത്ത് വലിയ ഒരു കാവലായി അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പരിചയമായി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ അപ്പോഴാണ് പറയുന്നത്, ഇന്നാരാണോ എനിക്ക് വേണ്ടി പോരാടുന്നത്, ഇന്നാരാണോ ഇവിടെ ശത്രു സമൂഹത്തിനെതിരെ പോരാടുന്നത്, അവർക്ക് ഞാൻ നാളെ സ്വർഗത്തിൽ എന്റെ റഫീഖാണ്. ആ വ്യക്തി സ്വർഗത്തിൽ എന്റെ റഫീഖാണ്, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് ഇന്നെന്റെ കൂടെയുള്ള ആൾ. ആരാണ് ഈ ഒരു സമൂഹത്തോട് പോരാടാനുള്ളത്? മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഞാൻ അങ്ങേക്കു വേണ്ടി നിലയുറപ്പിക്കാം, അങ്ങേക്കു വേണ്ടി ഈ സമൂഹത്തോട് പോരാടാം. അള്ളാഹുവിന്റെ തിരുദൂതർ അത് കേട്ടപ്പോ പറഞ്ഞു, മക്കാനക് ത്വൽഹ, നിങ്ങൾ അവിടെ ഇരിക്കൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നു വരികയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ ശത്രു സമൂഹത്തിനോട് പോരാടി ധീര രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. അദ്ദേഹം ഷഹീദാകുകയാണ്. അടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചപ്പോഴും ത്വൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു, നബിയെ, ഞാനുണ്ട് നബിയെ, അനയാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ തിരുദൂതർ അപ്പോഴും പറഞ്ഞു, മക്കാനക്, നിങ്ങൾ അവിടെ ഇരിക്കണം, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, വേറെ ആരെങ്കിലും ഉണ്ടോ? ഓരോരുത്തരായി മുത്തുനബി ചോദിക്കുകയും ഓരോരുത്തരായി രക്തസാക്ഷിത്വം വഹിക്കുകയും അവസാനം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവും മുത്തുനബിയും മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു മാത്രമുള്ള ഒരു അവസ്ഥ. ശത്രുക്കൾ ഇരമ്പിയാർത്ത സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ ഏറ്റുമുട്ടാൻ കടന്നു ചെന്നില്ല. അള്ളാഹുവിന്റെ തിരുദൂതരെ ആ മലമുകളിലേക്ക് ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. തിരുദൂതർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ പരിചയായി മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ അമ്പുകളും നെഞ്ചിൽ തറക്കുകയാണ്, എല്ലാ വെട്ടുകളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങുകയാണ്. മുത്തുനബിയെ സംരക്ഷിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, മലയുടെ മുകളിലേക്ക് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു എത്തിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടിക്കടന്നു വരുന്നത്, മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടിക്കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ അങ്ങയുടെ അവസ്ഥ എന്താണ്? മുത്തുനബിയെ കുറിച്ച് അറിയാൻ വേണ്ടി കടന്നു വരുന്ന സമയം തിരുദൂതര് പറയുന്നുണ്ട്, എന്റെ കാര്യം സുരക്ഷിതമാണ്, എന്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല. ഉഹദിന്റെ ഘട്ടം നമുക്കറിയാം, മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടിയ യുദ്ധമാണത്, നെറ്റിത്തടത്തിൽ മുറിവ് വന്ന യുദ്ധമാണത്. അള്ളാഹുവിന്റെ തിരുദൂതർ വളരെ വിഷമത്തിലായ ഒരു യുദ്ധമാണത്. അള്ളാഹുവിന്റെ തിരുദൂതർ ആ അവസ്ഥയിലാണ് പറയുന്നത്, എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാൻ സുരക്ഷിതരാണ്, എനിക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ കാര്യമൊന്ന് അന്വേഷിച്ചു നോക്കണേ. ആരാണ് സഹോദരൻ? മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമാണ് അന്വേഷിക്കാൻ പറയുന്നത്. രണ്ടുപേരും കൂടി കടന്നു പോകുമ്പോ ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ ശരീരത്തിൽ 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. അമ്പേറ്റിട്ട്, വെട്ടുകളേറ്റിട്ട് ആ ശരീരത്തിൽ 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്സാബിലെ
വന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ഭാഗം നമ്മളൊന്ന് വായിക്കുമ്പോൾ, നമ്മളൊന്ന് പാരായണം ചെയ്യുമ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അവിടെ ഒന്ന് ചേർത്ത് വെച്ചു നോക്കൂ. ഓരോ സ്വഹാബിയും വന്ന് യുദ്ധത്തിലേക്ക് പോരാട്ടത്തിന് വേണ്ടി കടന്നു വരുമ്പോ അയാൾക്ക് മുന്നേ ഞാൻ വരട്ടെ നബിയെ എന്ന് ചോദിക്കുകയും അവസാനം മുത്തുനബിയുടെ കൂടെ ഒറ്റയ്ക്ക് അവശേഷിച്ച സമയത്ത് എല്ലാ അമ്പുകളും വെട്ടുകളും ഏറ്റുവാങ്ങി ഒരുപാട് മുറിവുകളായി ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെക്കാൾ തിരുദൂതർക്ക് പ്രാമുഖ്യം കൊടുത്തു. മഹാനായ സഹാബി വര്യൻ. നമ്മളൊക്കെ പഠിക്കേണ്ട ജീവിതമാണത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു സത്യവിശ്വാസിക്ക് എത്താൻ സാധിച്ചാൽ അവരൊക്കെ ഏതൊക്കെ രീതിയിലാണ് മുത്തുനബിക്ക് വേണ്ടി ത്യാഗം ചെയ്തത്, അവരൊക്കെ ഏതൊക്കെ രീതിയിലാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റെടുത്തത്. മഹാനായ ആരാണ് ഈ വിഷയം പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ കാര്യം പറയുന്നത്. ഉഹദ് മൊത്തമായി ത്വൽഹ കൊണ്ടുപോയി എന്ന് മുത്തുനബിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഹിജ്റയുടെ വേളയിൽ അള്ളാഹുവിന്റെ തിരുദൂതരെ തോളിലിരുത്തി ആ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ തിടുക്കം കാണിച്ച മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഉഹദിന്റെ കൂലിയുടെ കാര്യത്തിൽ ത്വൽഹ മുൻപന്തിയിലാണ് റളിയല്ലാഹു അൻഹു എന്ന കാര്യം പറയുന്നത്. അവർക്കൊക്കെ അറിയാം എത്രമാത്രം അള്ളാഹുവിന്റെ തിരുദൂതരെ പരിശുദ്ധ ദീനിന് വേണ്ടി അവരൊക്കെ മുന്നിൽ വന്ന് നിന്നു എന്ന് ഓരോരുത്തർ അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി ഹബീബിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും സാധിക്കണം. അതിനാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ ആ ജീവിതം കൂടുതൽ ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വായിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് വായനകൾ നമുക്ക് മുന്നിൽ നടക്കേണ്ടതുണ്ട്. ഒരുപാട് സീറകളുണ്ടല്ലോ. മുത്തുനബിയെ കുറിച്ച് ചരിത്രപരമായി പരാമർശിക്കുന്ന ഒരുപാട് സീറകളുണ്ട്. ഒരുപാട് സീറകൾ അതൊക്കെ നമ്മൾ തേടി പിടിച്ച് കഴിവിനനുസരിച്ച് വായിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഭാഷകളിൽ അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് പറഞ്ഞത് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചാൽ ലോകത്തിന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ലോകത്തെ ഏറ്റവും മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മൾ നമ്മളുടെ പരിപാടിയുടെ ടൈറ്റിലിൽ അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമഗ്രമാണ്, സമ്പൂർണമാണ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലൊക്കെയാണ് നമ്മളത് മനസ്സിലാക്കിയത് എന്നൊന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലേ? ഏറ്റവും പ്രധാനം എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേഴ്സണാലിറ്റി, അവന്റെ വ്യക്തിത്വം ഏറ്റവും വലുതാണ്, അല്ലേ? എന്നാൽ മനുഷ്യജീവിതത്തിന്റെ വ്യക്തിത്വത്തിൽ, മനുഷ്യജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഏതാണ്? ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും ആകർഷണീയമായ ഭാഗം ഏതാണ്? നമ്മളത് പഠിക്കേണ്ടതുണ്ട്. സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ് ഏതൊരു വ്യക്തിയുടെയും പേഴ്സണാലിറ്റിയിലെ ആകർഷണീയമായ ഭാഗം സൽസ്വഭാവം എന്ന ഭാഗമാണ്. തിരുദൂതരുടെ മുന്നിലേക്ക് ഒരു അറാബി വരുന്നുണ്ട്. അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ കടന്നു വന്നിട്ട് തിരുദൂതരോട് ചോദിക്കുന്നുണ്ട്, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ ദീൻ എന്താണ്? എന്താണ് ദീൻ? എന്താണ് ദീൻ? ഇന്ന് ജനങ്ങൾക്ക്, മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് പരിശുദ്ധമായ ദീന് എന്ന്. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോ എന്താണ് ഈ പരിശുദ്ധ ദീൻ എന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയണം. ഈ അറാബി അപരിഷ്കൃതനാണ്. ആ മനുഷ്യനാണ് മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, മദ്ദീനു യാ റസൂലല്ലാഹ്, തിരുദൂതരെ ദീൻ എന്താണ്? ഹബീബിന്റെ മറുപടി എന്താണ്? അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ്.
അള്ളാഹുവിന്റെ തിരുദൂതരുടെ മറുപടി ആ മനുഷ്യൻ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ മറ്റൊരു വഴിയിലൂടെ കടന്നു വരികയാണ്. പള്ളിക്ക് ഒരുപാട് വാതിലുകളുണ്ടല്ലോ, ഒരു വാതിലിലൂടെ വന്നിട്ടാണ് ചോദിച്ചത്, ദീൻ എന്താണ്? സൽസ്വഭാവമാണ്. ഒറ്റ വാക്കിൽ അതിന്റെ നിർവചനം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ തിരുദൂതരോട് ആ മനുഷ്യൻ വീണ്ടും മറ്റൊരു വാതിലിലൂടെ കടന്നു വന്ന് ചോദിക്കുകയാണ്, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് ദീൻ നബിയേ? ഹബീബ് അപ്പോഴും കൊടുത്ത മറുപടി നേരത്തെ കൊടുത്തത് തന്നെയാണ്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ദീൻ. ആ മനുഷ്യന് അവിടെയും തൃപ്തിയായിട്ടില്ല. മൂന്നാമതൊരു വഴിയിലൂടെ കടന്നു വന്ന് വീണ്ടും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതര് നേരത്തെ കൊടുത്ത മറുപടി തന്നെയാണ് പിന്നെയും കൊടുത്തത്. 3 തവണയും ഒരേ മറുപടി കിട്ടിയപ്പോ ആ മനുഷ്യൻ പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഉത്തരം ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ടുണ്ട്, ഞാൻ അതുമായി പോകട്ടെ എന്ന ചിന്തയിൽ ആ മനുഷ്യൻ കടന്നു പോകുമ്പോ മുത്തുനബി അയാൾ അടുത്തേക്ക് വിളിക്കുകയാണ്, മനുഷ്യ നിങ്ങൾ ഇന്ന് അടുത്തേക്ക് വരൂ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് സൽസ്വഭാവം? മാ ഹുസ്നുൽ ഖുൽഖ്, എന്താണ് സൽസ്വഭാവം എന്നത്? മനുഷ്യൻ കൈമലർത്തുകയാണ്, എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. മുസ്തഫായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുവെങ്കിലും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ അയാളോട് ചോദിച്ച ചോദ്യത്തിന് മുത്തുനബി തന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. സൽസ്വഭാവം എന്നാൽ എന്താണെന്നല്ലേ ചോദിച്ചത്? ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. ഇനി നിങ്ങൾക്ക് പോകാം. ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത്. ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരുള്ള സമ്പർക്കത്തിൽ ഒരുപാട് ആളുകളോട് നമ്മൾ പെരുമാറുന്നതിന്റെ ഇടയിൽ വ്യത്യസ്ത ആളുകളുമായി നിത്യജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിൽ അനേകം സമ്പർക്കങ്ങളും അനേകം പെരുമാറ്റത്തിന്റെ ഘട്ടങ്ങളും നമുക്കുണ്ടാകുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രോധത്തിന് അടിമപ്പെട്ടവരാകരുത്, നമ്മൾ ഒരിക്കലും വൈരത്തിന് അടിമപ്പെടരുത്, നമ്മൾ ഒരിക്കലും ദേഷ്യത്തിന് അടിമപ്പെടരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ മുത്തുനബിയെ കുറിച്ച് വ്യക്തമാക്കിയത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അള്ളാഹുവിന്റെ തിരുദൂതരുടെ സമഗ്രമായ ജീവിതം പഠിക്കുമ്പോ, സമ്പൂർണമായ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ, പ്രത്യേകിച്ചും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു വിശേഷണം, ഏത് വിശേഷണം? അള്ളാഹു മുത്തുനബിയെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ച ഈ ഒരു വിശേഷണം, ആ വിശേഷണത്തിൽ ഞാൻ എത്രമാത്രം ക്ലിയർ ആണ് എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ട നേരമാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, നമ്മുടെ സൃഷ്ടിപ്പിനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയില്ല. ലാ തബ്ദീല ലിഖൽഖില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലേ, ഈ കോലം അത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക, ഇത് മണ്ണിലേക്കാണ് ചേരുക, നമുക്കിതിൽ പ്രത്യേകിച്ച് രൂപാന്തരമൊന്നും വരുത്താൻ പറ്റില്ല, അത് പാടുള്ളതും അല്ല. അല്ലേ, എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അള്ളാഹുവേ എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ ഫഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണേ. നമ്മുടെ സൃഷ്ടിപ്പ് മനോഹരമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ തീൻ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞു, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അധഃപതനത്തിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല സവിശേഷമായ രൂപഘടന ലോകത്ത് ഏതു വ്യക്തിയെടുത്താൽ പോലും അള്ളാഹു ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ്. അല്ലെ, ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ബിഹോൾഡർ, കാണുന്നവന്റെ കണ്ണിലാണ് ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തന്ന ആ ഭംഗിയിൽ നമ്മൾ സന്തോഷിക്കുക. ആ ഒരു അർത്ഥത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലല്ല നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടത്, സ്വഭാവം നന്നാക്കിയെടുക്കുന്നതിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് മുത്തുനബിയിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ പഠിക്കാനുള്ളത്. അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഗുണങ്ങളുടെ മേലാണുള്ളത്. വണ്ണമായ സ്വഭാവത്തിന്റെ മേലാണ് അങ്ങുള്ളത്.
തന്റെ നിയോഗം എന്തിനാ? മുത്തുനബിയുടെ നിയോഗം ആണ് നമ്മളോട്, ജനങ്ങളോട് നമ്മൾ പരത്താൻ വേണ്ടി മുത്തുനബി അന്ന് കൽപ്പിച്ചത് ഹജ്ജത്തുൽ വിദാഇൽ അല്ലേ? ഈ ദൃക്സാക്ഷികൾ ഇത് കാണാത്ത ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളട്ടെ, ഇത് കേൾക്കാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു കൊള്ളട്ടെ. നമ്മളാണ് തബ്ലീഗിന്റെ ആളുകൾ. ആ തബ്ലീഗ് എത്തിച്ചു കൊടുക്കുമ്പോ ഞാൻ ആരായിരിക്കണം എന്നതിന്റെ ലക്ഷ്യം മുത്തുനബി പറയുന്നുണ്ട്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്താണ് എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം? എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്താ? ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം മുത്തുനബി പഠിപ്പിച്ച ലക്ഷ്യമായിരിക്കണം. നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഞാൻ എത്ര അർത്ഥത്തിൽ നിങ്ങൾ എന്നെ ഈ കാണുന്ന രീതിയിൽ നല്ലവരാണോ അതിനേക്കാളും നല്ലവനായിരിക്കണം ഞാൻ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ മഹിതമായ വശങ്ങളെ കൂടുതൽ കൂടുതൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് മുത്തുനബിയോട് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞത്, നബിയെ വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ കൂടിയതുപോലെ ലോകത്തൊരു നേതാവിന്റെ ചുറ്റും അനുയായികൾ കൂടിയിട്ടില്ല. ഹുദൈബിയ സന്ധി നടക്കുന്ന വേളയിൽ അവിടെ കൂടിയ മറ്റു മതസ്ഥരായ ആളുകൾ മുത്തുനബിയുടെ ചുറ്റും സ്വഹാബത്ത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടപ്പോൾ, ഹബീബിനെ അവർ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ, വുദൂഇന്റെ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടുന്നത് കണ്ടപ്പോൾ, തലമുണ്ടനം ചെയ്ത് മുത്തുനബിയുടെ മുടിനാരുകൾ ശേഖരിക്കാൻ വേണ്ടി അവർ മത്സരിക്കുന്നത് കണ്ടപ്പോൾ, അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഓരോ അവസ്ഥകളും ഒപ്പിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവിശ്വാസികൾ പോലും പറഞ്ഞില്ലേ, രാജാക്കന്മാരുടെ അടുത്തേക്ക് പ്രതിനിധികൾ കടന്നു ചെന്നപ്പോൾ ഹബീബിന്റെ അനുയായികളെ കുറിച്ച് രേഖപ്പെടുത്തി, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു നേതാവിനെ തന്റെ അനുയായികൾ സ്നേഹിക്കുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ മുത്തുനബിയെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. നമ്മളൊരു കുടുംബനാഥനാണെങ്കിൽ, നമ്മളൊരു ഭർത്താവാണെങ്കിൽ, നമ്മളൊരു അധ്യാപകനാണെങ്കിൽ, നമ്മൾ ജീവിതത്തിലെ ഏതു മേഖലകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇമാമാണെങ്കിൽ, മുദർരിസ് ആണെങ്കിൽ, നമ്മളൊരു മുഅല്ലിമാണെങ്കിൽ, ഏതൊക്കെ ഇടങ്ങളിലാണ് നമ്മളുള്ളതെങ്കിൽ ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കി വച്ചിരിക്കണം. നമ്മൾ കർക്കശ സ്വഭാവത്തോടുകൂടെ അഥവാ മർക്കട മുഷ്ടിയോടെ ധാർഷ്ട്യ മനസ്സോടെ ഒരിക്കലും ജനങ്ങളോട് പെരുമാറാൻ പാടില്ല. നിങ്ങൾ നബിയെ അങ്ങനെയുള്ള ആളായിരുന്നുവെങ്കിൽ ഒരാൾ പോലും ചുറ്റുമുണ്ടാവില്ല, ഒരാൾ പോലും ചുറ്റുമുണ്ടാവില്ല. നമ്മളത് പഠിക്കേണ്ടതാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു തെളിവാണ് മഹാനായ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. പിന്നീടാണ് അദ്ദേഹം മുസ്ലിമാകുന്നത്. സുമാമയുടെ ചരിത്രം ഇത്തരുണത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. യമാമയിലെ രാജാവാണ് സുമാമ. യമാമയിലെ ഭരണാധികാരി സുമാമ മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, മുത്തുനബിയോട് കലശമായ ദേഷ്യം, കലശമായ വൈരാഗ്യം, ഇസ്ലാമിനോട് തീർത്താൽ തീരാത്ത പക, അതായിരുന്നു സുമാമയുടെ പ്രത്യേകത. അയാൾ എന്തു ചെയ്തെന്നോ, അള്ളാഹുവിന്റെ തിരുദൂതരുടെ സ്വഹാബത്തിനെ തെരഞ്ഞു പിടിച്ച് വാഞ്ചിക്കൊണ്ടുപോകും, എന്നിട്ട് വധിച്ചു കളയും നിഷ്കരുണം. ഇതായിരുന്നു സുമാമയുടെ ഹോബി. സുമാമയെ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അറിയാമായിരുന്നു. അത്ര ക്രൂരനായൊരു മനുഷ്യൻ. സുമാമയെ പിടികൂടാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിർത്തി കാക്കുന്ന സൈനികർക്കറിയില്ല തങ്ങൾ പിടികൂടിയത് സുമാമയെയാണെന്ന്. ഉംറക്ക് പോകുന്ന ഒരു സമയം സുമാമ ഉംറക്ക് വേണ്ടി പോകുന്നൊരവസരത്തിൽ സുമാമയെ അതിർത്തിയിൽ വെച്ച് പിടികൂടുകയാണ്. മദീനത്തെ പള്ളിയുടെ ആ ഒരു തൂണിൽ സുമാമയെ കെട്ടിയിടുകയാണ്. കെട്ടിയിട്ടു. സ്വഹാബത്തിനറിയില്ല ഇത് സുമാമയാണ് എന്ന്. അള്ളാഹുവിന്റെ തിരുദൂതർ കടന്നു വരുന്ന മാത്രയിൽ മദീനത്തെ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ. ഇത്
ഇത് സുമാമയാണല്ലോ. സ്വഹാബ, നിങ്ങൾക്കറിയുമോ ഇതാരാണ് എന്ന്? ഇത് സുമാമയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കളെ നിഷ്കരുണം വധിച്ചു കളഞ്ഞ മനുഷ്യനാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ അവിടെ കൽപ്പന കൊടുത്തു, നിങ്ങൾ സുമാമയോട് നല്ല പോലെ വർത്തിക്കണേ, ആവശ്യമായ ഭക്ഷണം കൊടുക്കണേ, ആവശ്യമായ പാനീയം കൊടുക്കണേ, സുമാമയോട് നല്ല രീതിയിൽ വർത്തിക്കണേ എന്ന് പറഞ്ഞ ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയോട് ചോദിച്ചു, സുമാമ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന്. സുമാമ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ, ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നോട് വേണമെങ്കിൽ നിങ്ങൾക്ക് പകരം ചോദിക്കാം, അല്ല വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ എത്തിക്കാം. തിരുദൂതരൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പിറ്റേ ദിവസം അള്ളാഹുവിന്റെ തിരുദൂതർ അതേ നേരത്തെ സുമാമയെ കണ്ടപ്പോൾ ചോദ്യം ആവർത്തിച്ചപ്പോൾ കൊടുത്ത മറുപടി അതേ മറുപടി തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും സുമാമയോട് ആ ചോദ്യം ചോദിക്കുന്നു. അത്രയും ദിവസം നല്ലപോലെ പെരുമാറി, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല പാനീയം കൊടുത്തു, നല്ല പാല് കൊടുത്തു സുമാമയെ ആചരിക്കുകയാണ്, ആദരിക്കുകയാണ്, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ദിവസം മുത്തുനബി സുമാമയോട് പറഞ്ഞു, സുമാമ, നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രനാണ്. സുമാമ പോകുകയാണ്. മുത്തുനബിയുടെ സ്വഹാബത്തിനെ അറുകൊല ചെയ്ത മനുഷ്യനെയാണ് മുത്തുനബി വെറുതെ വിടുന്നത്. സുമാമ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. മദീനയിൽ നിന്ന് ഒരല്പ ദൂരം മുന്നോട്ട് പോയി ഒരു കുളത്തിന്റെ അരികിൽ ചെന്ന് തന്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി ആ കുളത്തിൽ നിന്ന് തന്റെ ദേഹശുദ്ധി വരുത്തി വീണ്ടും ഒട്ടകത്തിലേക്ക് തിരിച്ചു കയറി മദീനത്തെ പള്ളിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് മുത്തുനബിയുടെ മുഖത്തു നോക്കി സുമാമ പറഞ്ഞു, നബിയേ, ഞാൻ ഇത്രയും കാലം ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. ഞാൻ ഇത്രയും കാലം ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഈ നാടിനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ നാടിനെയാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിമായി ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്ന മഹാനായ സുമാമത്ത് ബിൻ ഉസാൽ മുത്തുനബിയുടെ മഹത്തായ സ്വഭാവത്തിന്റെ വലിയൊരു നിദർശനമാണ്. അല്ലാഹു അതൊക്കെ പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ഏറ്റവും നല്ല അവസ്ഥ പടച്ച റബ്ബ് നമുക്കൊക്കെ തരട്ടെ. ഈമാനികമായ ഉയർച്ച നമുക്ക് നൽകട്ടെ. നമ്മുടെ സ്വഭാവത്തെ അല്ലാഹു നന്നാക്കി തരട്ടെ. മഹാന്മാര് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയതി വജഅൽ അലാനിയതി സ്വാലിഹാ. പടച്ച റബ്ബേ, എന്റെ രഹസ്യവും എന്റെ പരസ്യവും നീ നന്നാക്കി തരണേ അല്ലാ. എന്നാൽ എന്റെ പരസ്യത്തെക്കാൾ എന്റെ രഹസ്യത്തെ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ പരസ്യമായ അവസ്ഥയും രഹസ്യമായ അവസ്ഥയും സ്വാലിഹീങ്ങളുടെ സ്വഭാവമാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഈ മജ്ലിസ് പടച്ച റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.